ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് 6th സ്റ്റാൻഡേർഡിലെ ഹിന്ദിയിലെ ഫസ്റ്റ് യൂണിറ്റിലെ സെക്കൻഡ് ചാപ്റ്ററാണ്. സെക്കൻഡ് ചാപ്റ്റർ ഒരു കഹാനിയാണ് പഠിക്കാനുള്ളത്. ഓക്കെ, ഫസ്റ്റ് നമ്മൾ എന്തായിരുന്നു ഒരു കവിതയാണല്ലേ പഠിച്ചത്. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് കഹാനിയാണ്. കഹാനി എന്ന് പറഞ്ഞാൽ എന്താ കൂട്ടുകാരെ? കഥയല്ലേ. അപ്പോൾ നമ്മുടെ സ്റ്റോറിയുടെ പേരെന്താണ്? രൂരു. പാരോ ആനന്ദ്. റൈറ്ററിൻ്റെ പേര് പാരോ ആനന്ദ്. ഓക്കെ, നമുക്ക് വായിച്ചു നോക്കാം. റൂറു ഏക് കങ്കാരു കാ ബച്ചാത. രൂരു ആരായിരുന്നു? ഏക് കങ്കാരു കാ ബച്ചാത. കങ്കാരു നിങ്ങൾക്ക് അറിയാലേ, നമ്മുടെ കങ്കാരു. ബച്ചാത. ബച്ച എന്ന് പറഞ്ഞാൽ എന്താണ്? കുട്ടി. ബച്ച എന്ന് പറഞ്ഞാൽ എന്താണ്? കുട്ടി അഥവാ ചൈൽഡ് അല്ലേ. ഓക്കെ, ചൈൽഡ് അഥവാ കുട്ടി. ഓക്കെ, നിങ്ങൾക്ക് മീനിങ് അറിയാലോ. ബച്ച അതൊരു കങ്കാരുവിൻ്റെ കുട്ടിയായിരുന്നു. രൂരു എന്നുള്ളത് ഒരു കങ്കാരുവിൻ്റെ കുട്ടിയായിരുന്നു. കങ്കാരുക്ക് ബച്ചോങ്കോ ജോയിസ് കഹത്തെ ഹേ. കങ്കാരുവിൻ്റെ കുഞ്ഞുങ്ങളെ എന്താണ് പറയുക? ജോയിസ്. എന്താണ്? ജോയിസ് എന്ന് പറയുന്നു എന്നാണ് പറയുന്നത്. എന്താണ്? ജോയിസ്. അപ്പോൾ കങ്കാരുവിൻ്റെ കുഞ്ഞുങ്ങളെ എന്താ നമ്മൾ പറയുക? ജോയിസ്. വൈസേ ഹി ജൈസേ കുത്തേക്കോ ബച്ചേക്കോ പില്ല ഓർ ബില്ലിക്ക് ബച്ചേക്കോ ബിലൗട്ടാ കഹത്ത ഹേ. എങ്ങനെയെന്നാണ് പറയുന്നത്? നമ്മൾ എന്ത് ചെയ്യും? ഒരു നായയുടെ കുട്ടിയാണെങ്കിൽ നമ്മൾ എന്ത് പറയും? പില്ല എന്ന് പറയും അല്ലേ. പില്ല എന്ന് പറഞ്ഞാൽ എന്താണ്? നായക്കുട്ടി. ഓർ ബില്ലിക്ക് ബച്ചേക്കോ നമ്മൾ എന്ത് പറയും? ബില്ലിയുടെ ബച്ചേനെ ബിലൗട്ട എന്ന് പറയും അല്ലേ. പൂച്ചക്കുഞ്ഞിനെ എന്താ നമ്മൾ ഹിന്ദിയിൽ പറയുക? ബിലൗട്ട എന്ന് പറയല്ലേ. അതുപോലെ കങ്കാരുവിൻ്റെ കുഞ്ഞിനെ എന്ത് പറയുന്നത്? ജോയിസ് എന്ന് പറയുന്നു. ഓക്കെ, ദെൻ നെക്സ്റ്റ് പേജ് നോക്കാം. ഒരു കങ്കാരുവിൻ്റെ പിക്ചർ നൽകിയിട്ടുണ്ട് അല്ലേ. കങ്കാരുവിൻ്റെ പ്രത്യേകത എന്താ നമുക്കറിയാലോ. കങ്കാരു എങ്ങനെ കുഞ്ഞുങ്ങളെ കൊണ്ട് നടക്കാം? ഒരു ബാഗ് പോലെ അതിനൊരു സഞ്ചി ഉണ്ട് അല്ലേ. അതിലാണ് കങ്കാരു കുഞ്ഞുങ്ങൾ ഉണ്ടാവുക അല്ലേ. ഓക്കെ, നമുക്ക് വായിച്ചു നോക്കാം. ഉസ്കി അമ്മി സേ രൂരു ബുലാത്തി ദി ക്യോങ്കി വ ഹമേശ റോത്താ രഹതാ താ. ഉസ്കി അമ്മി അതായത് രൂരുവിൻ്റെ അമ്മ അവനെ രൂരു എന്ന് വിളിക്കുന്നതിൻ്റെ കാരണം എന്താണെന്നാണ് പറയുന്നത്? വ ഹമേശ റോത്താ രഹതാ. അവൻ എല്ലായ്പ്പോഴും എന്ത് ചെയ്യും? കരയും അല്ലേ. അതുകൊണ്ടാണ് അവൻ്റെ അമ്മ അവനെ എന്തി വിളിക്കുന്നത്? രൂരു എന്ന് വിളിക്കുന്നത്. രോ ക്യോം രഹേ ഹോ. അപ്പോൾ കരയാ എന്തിനാണ് നീ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയെന്ന് ചോദിക്കുകയാണല്ലേ അമ്മീനെ ഫിർ പൂച്ച. എന്നിട്ട് അമ്മി ചോദിക്കുകയാണല്ലേ അവരോട്, ക്യാ തുംകോ ബഹുത് അക്കേല അക്കേല ലഗ്താ ഹേ ബേട്ടാ. നിനക്ക് തനിച്ചാകുന്നത് പോലെ ഒരുപാട് ഇങ്ങനെ ബഹുത്ത് അക്കേല അക്കേല. അക്കേല മീൻസ് തനിച്ചാവുക. അകേല അകേല ലഗ്താ ഹേ ബേട്ട. നിനക്ക് തനിച്ചാകുന്നത് പോലെ ഒരുപാട് തനിച്ചാകുന്നത് പോലെ തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ജേബ് സെ ഏക് ബാരിക് സി ആവാസ് ആയി. അപ്പം ജേബ് എന്ന് പറഞ്ഞാൽ എന്താണ്? ജേബ് സഞ്ചി ഇല്ലേ, കങ്കാരുവിൻ്റെ സഞ്ചി. അതിനാണ് ഇവിടെ ജേബ് എന്ന് പറയുന്നത്. അപ്പം ജേബ് സെ ഏക് ബാരിക് ആവാസ് ആയി. അപ്പം ജേബിൻ്റെ ഉള്ളിൽ നിന്ന് എന്ത് ചെയ്യാണ്? ബാരിക് സി ആവാസ് എന്ന് പറഞ്ഞൊരു അതായത് ഒരു സോഫ്റ്റ് വോയിസ്. ബാരിക് ആവാസ് നേർത്ത സ്വരം എന്ന് നമ്മൾ പറയല്ലോ. അതായിട്ട് വളരെ സോഫ്റ്റ് ആയിട്ട് അവൻ പറയുകയാണല്ലേ. മൃദുവായിട്ട് എന്ത് ചെയ്യണം? അവൻ പറയുകയാണ്. മേരാ കോയി ദോസ്ത് നെഹി. എനിക്ക് എന്തില്ല? അത് എനിക്കൊരു കൂട്ടുകാർ പോലും ഇല്ല എന്ന് ആര് പറയുകയാണ്? രൂരു പറയുകയാണല്ലേ. മേരാ കോയി ദോസ്ത് നെഹി. എനിക്ക് ഒരു കൂട്ടുകാരും ഇല്ല എന്ന് പറയുകയാണ്. അമ്മി ഖുഷീസെ കൂദ്നെ ഫാദ്നയിലേക്ക്. അമ്മി സന്തോഷത്തോടു കൂടി എന്ത് ചെയ്യാണ്? ഖുഷീസെ കൂദ്നെ ഫാദ്നെ എന്ന് പറഞ്ഞാൽ കൂദ്നെ ഫാദ്നയിലേക്ക് എന്ന് പറഞ്ഞാൽ തുള്ളിച്ചാടാൻ തുടങ്ങി. എന്താണ് കൂദ്നെ ഫാദ്നയിലേക്ക് എന്ന് പറഞ്ഞാൽ? തുള്ളിച്ചാടാൻ തുടങ്ങി. തോ ഇസ്ലിയെ ഉദാസ് രഹത്താ മേരാ ബച്ച. നീ ഇതുകൊണ്ടാണോ ഇങ്ങനെ വിഷമിച്ചിരുന്നത് കുട്ടി എന്ന് ചോദിക്കുകയാണല്ലേ. വേ ദേർ തക് കൂത്തി ഹി രഹി. അപ്പോൾ അവൾ എന്ത് ചെയ്യാണ്? അവർ ദേർ തക് കൂത്തിരി ദൂരേക്ക് ഇങ്ങനെ ചാടി ചാടി പോവുകയാണല്ലേ. കൂതിന ചാടുക. കൂത്തി എന്ന് മനസ്സിൽ എന്താണ്? ചാടുന്നതിനെയാണ് പറയുന്നത്. അപ്പോൾ കങ്കാരുവിൻ്റെ അമ്മ എന്ത് ചെയ്യാണ്? അത് കേട്ട് നോക്കുമ്പോൾ വേ ദൂർത്ത് കൂത്തി രഹി കൂത്കി രഹി. അവരിങ്ങനെ അമ്മ അങ്ങ് ദൂരെ വരെ ചാടി ചാടി പോയി. രൂരു अब टाइम आ गया बच्चा അമ്മി को गोद से निकलो और बाहर जाकर दोस्त बनावो. അപ്പം അമ്മ എന്താ പറയുന്നത് രൂരുവിനോട്? രൂരു അബ് ടൈം ആകയ. ഇനിയിപ്പോൾ എന്താണ്? നിന്റെ ടൈം ആയല്ലേ രൂരു, ഇപ്പോൾ നിന്റെ സമയമായി മോനെ എന്ന് പറയുകയാണല്ലേ. അമ്മിക്ക് ഗോദ് സെ നിക്കലോ ഓർ ബാഹർ ജാക്കർ ദോസ്ത് ബനാവോ. അപ്പം എന്താണ് രൂരുവിൻ്റെ അമ്മ പറയുന്നത്? അമ്മിക്ക് ഗോദ് സെ നിക്കലോ. അമ്മയുടെ
ഗോദ് എന്ന് പറഞ്ഞാൽ എന്താണ്? മടി അല്ലേ? മടിയിൽ നിന്ന് എന്ത് ചെയ്യാൻ പറയാണ്? അമ്മയുടെ മടിയിൽ നിന്ന് പുറത്തേക്ക് വരാൻ പറയാണ് അല്ലേ? ജാക്കർ ദോസ്ത് ബനാവോ, മടിത്തട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് എന്ത് ചെയ്യാൻ പറയാണ്? നീ നിന്റെ സുഹൃത്തുക്കളെ ഉണ്ടാക്കൂ എന്ന് പറയാണല്ലേ. രൂരിനെ ദോഡർത്ത ഹുയി, രൂരുവിന് എന്തായി? ചെറുതായിട്ട് പേടിയൊക്കെ വരാൻ തുടങ്ങിയല്ലേ. ജിജക്തെ ഹുയി ഹൗലേസെ ഉമ്മിക്ക് ജേബ് സെ സിർ ബാഹർ നിക്കാല. ജിജക്തെ മീൻസ് മടിച്ചിട്ടല്ലേ. ജിജക്തെ ഹുയി ഹൗലേസെ അമ്മിക്കോ ജേബ് സെ സിർ ബാഹർ നിക്കാല. ഹൗലെ എന്ന് പറഞ്ഞാൽ മെല്ലെ. എന്താണ് ഹൗലെ? മെല്ലെ മെല്ലെ അവ എന്ത് ചെയ്യാണ്? അമ്മിക്ക് ജേബ് സെ സിർ ബാഹർ നിക്കാല, അമ്മയുടെ സഞ്ചിയിൽ നിന്ന് പുറത്തേക്ക് ഇങ്ങനെ തലയിട്ട് നോക്കുകയാണല്ലേ. അവിടെ ചിത്രത്തിൽ കാണാനുണ്ട്. ബാഹർ സിർ ബാഹർ നിക്കാല, തല പുറത്തേക്കിട്ട് നോക്കി. ദുനിയ കിത്തിനി ബഡീതി, ലോകം എത്ര വലുതാണ്. ദുനിയ എന്ന് പറഞ്ഞാൽ ലോകം, വേൾഡ് അല്ലേ? യെസ്. ദുനിയ കിത്തിനി ബഡീതി, ദുനിയ ലോകം എത്ര വലുതാണ്. കിത്തിനി സുന്ദർ, ഇത്ര മനോഹരമാണ്. കിത്തിനി സാരേ രംഗ്, എത്ര നിറങ്ങളാണ്. ആവാസയും ശബ്ദങ്ങൾ, കിത്തിനി ഖുശ്ബു, എത്ര സുഗന്ധങ്ങളാണ്. അപ്പം രൂരു സഹം ഗയ, എന്താണ് രൂരു? ആകെ എന്തായി പോയി? പകച്ചു പോയല്ലേ. സഹം മീൻസ് പകച്ചു പോവുക, പകച്ചു നിന്ന് പോയില്ലേ നമ്മൾ, അതിനാണ് പറയുന്നത്. അപ്പം രൂരു സഹം ഗയ, ഇത്തിനി ബഡി ദുനിയാ ദീപി ബാഹർ. എന്താ അവൻ വിചാരിക്കുന്നത്? ഇത്രയും വലുതായിരുന്ന ലോകം എന്ന് ചിന്തിക്കുകയാണല്ലേ. ഇത്തിനി ബഡി ദുനിയാ ദീ ബാഹർ, ബാഹർ ലോകം. എന്നാൽ എന്താണ്, ഇത്ര വലിയ ലോകമാണോ പുറത്തെന്ന് അവൻ ചിന്തിക്കുകയാണല്ലേ. ഉമ്മി കങ്കാരു ദോടി ദേത്തോ സബ്രിക്കിയേ രഹി, എന്താണ് അവിടെ എന്ത് സംഭവിക്കുന്നത്? യെസ്, അമ്മി കങ്കാരു ദൂടി തീർത്തോ സബ്രിക്കിയേ കിരകി, അവൻ്റെ ചുമലിൽ ആരും ഇങ്ങനെ മൃദുവായി തട്ടുകയാണ്. അമ്മ തട്ടുകയാണ് അല്ലേ. ഫിർ ഹൽക്കെ സെ ദബ്തീതി, എന്നിട്ട് എന്ത് ചെയ്യാണ്? മൃദുവായിട്ട് ഇങ്ങനെ ആദ്യം എന്ത് ചെയ്തു? യെസ്, അമ്മി കങ്കാരു ദൂടി തീർത്തോ സബ്രിക്കിയേ രഹി, അമ്മ ആദ്യം എന്ത് ചെയ്യാണ്? കങ്കാരു കുറച്ച് നേരം ഇങ്ങനെ ക്ഷമയോടെ നിൽക്കുകയാണ് അല്ലേ അമ്മ, കങ്കാരു അമ്മ. ഫിർ ഹൽക്കേസെ ദബക്കീതി, എന്നിട്ട് എന്ത് ചെയ്യാണ്? അവൻ്റെ ചുമലിൽ ഇങ്ങനെ മൃദുവായിട്ട് ഇങ്ങനെ തട്ടാണ്. ഫിർ റൂരു കോ ഗൂദ് ജേബ് സെ നിക്കൽനേക്ക് കോശിഷ് കർത്തെ ദേഖ്നെ ലഗി. അപ്പം എന്താണ്? അപ്പോൾ അവൻ എന്ത് ചെയ്യാണ്? ഫിർ റൂരു കോ ഗൂദ് ജേബ് സെ നിക്കൽനേക്ക് കോശിഷ് കർത്തെ ദേഖ്നെ ലഗി, അപ്പോഴാണ് അവൻ സ്വയം പോക്കറ്റിൽ നിന്ന് പുറത്തിറങ്ങാൻ ശ്രമിക്കുന്നത്. അമ്മ കണ്ടതല്ലേ. ആഗിർ രൂരു ജേബ് സെ ബാഹർ നിക്കാല, അങ്ങനെ അവസാനം രൂരു എന്ത് ചെയ്തു? സഞ്ചിയിൽ നിന്ന്, അമ്മയുടെ സഞ്ചിയിൽ നിന്ന് പുറത്തേക്ക് വന്നു അല്ലേ. then എന്ത് സംഭവിച്ചു? നീച്ചെ ടഹനി പർ ഏക് ചിടിയ ഗാന ഗാ രഹി തി. അപ്പം താഴെ ഒരു ചില്ലയിൽ ആരൊക്കെ പാടിക്കൊണ്ടിരിക്കുന്നുണ്ട്? ഒരു ചിടിയയിൽ ഒരു പക്ഷി ഇങ്ങനെ ഗാന ഗാ രഹി തി, പാട്ട് പാടിക്കൊണ്ടിരിക്കുകയായിരുന്നു. രൂരുനെ ചിടിയാസി പൂച്ച്ന ചാഹാക്കി ക്യാ ഉസെ ഓർ ഗാനെ ബി ആത്തെ ഹെ. അപ്പോൾ രൂരു ചിടിയോട് ചോദിക്കാൻ ആഗ്രഹിക്കണം, എന്താണ്? ചാഹാക്കി ക്യാ ഉസെ ഓർ ഗാനെ ബി ആത്തെ ഹെ, എവിടെ നിന്നാണ് പക്ഷി എന്ത് ചെയ്യുന്നത്, ഇങ്ങനെ പാടുന്നതെന്ന് ചോദിക്കുകയാണല്ലേ. അതായത് രൂരു ആ പക്ഷിയോട് ഇങ്ങനെ ചോദിക്കുക, നിനക്ക് ഇനിയും എന്ത് ചെയ്യാൻ കഴിയുമെന്ന്? ചായ്ക്ക് ക്യാ ഉസേ ഓർ ഗാനെ ബി ആത്തേ ഹെ, നിനക്ക് ഇനിയും പാട്ട് പാടാൻ കഴിയുമെന്ന് ഇങ്ങനെ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. ക്യാ വോ ഉസേ ഗാന സിക്കാ ദേങ്കി, എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും? ആ പാട്ട് എന്നെയും കൂടി ഒന്ന് പഠിപ്പിച്ച് തരുമോ എന്ന് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണല്ലേ. പർ ചിടിയ ഉടുക്കർ ദൂസരെ പേട് പർ ബൈഠ് ഗയി, പക്ഷെ ചിടി എന്ത് ചെയ്തു? പറന്നിട്ട് മറ്റൊരു മരത്തിൽ പോയിരുന്നു അല്ലേ. റുക്കോ റുക്കോ ജാവോ മാത്, ചിടിയാക്കോ പീച്ചെ കൂത്താ ഹുവ രൂരുനെ ചില്ലായ. റുക്കോ റുക്കോ, നിക്കൂ നിക്കൂ എന്ന് പറയുകയാണല്ലേ. ജാവോ മാത്, പോകരുത്. ചിടിയാക്കോ പീച്ചെ കൂത്താ ഹുവ രൂരുനെ ചില്ലായ, അപ്പം എന്ത് ചെയ്യാണ്? ചിടിയുടെ പുറകെ ഓടി ചെന്നിട്ടല്ലേ, ചാടി ചാടി ചെന്നിട്ട് രൂരുനെ ചില്ലായ, രൂരു ഉറക്കെ ഇങ്ങനെ വിളിച്ച് പറയുകയാണല്ലേ. ചിടിയ ബോലി മേ രൂക് നഹി സക്തി ബഹുത് ബുരാ ഹോ ഗയാ ഹേ. അപ്പം എന്താ ചിടിയ പറയുന്നത്? ചിടിയ പറയാണ്, ചിടിയ ബോലി മേ രൂക് നഹി സക്തി, ഞാൻ നിൽക്കില്ല. ബഹുത് ബുരാ ഹോ ഗയ, വലിയ ആപത്ത് സംഭവിച്ചെന്ന് പറയുകയാണല്ലേ. ബഹുത് ബുരാ ഹോ ഗയ, വലിയ ആപത്ത് സംഭവിച്ചു. ക്യാ ബുരാ ഹുവ, അപ്പം എന്താ അവൻ ചോദിക്കുന്നത്? രൂരു ചോദിക്കാൻ എന്താപത്താണ്? ക്യാ ബുരാ ഹുവ, എന്താപത്താ സംഭവിച്ചെന്ന് ചോദിക്കുകയാണല്ലേ. പിछली രാത് ഭയാനക് തൂഫാൻ ആയാതാ. അപ്പം കഴിഞ്ഞ രാത്രി എന്തുണ്ടായി എന്ന് പറയാണ്? ഭയാനക് തൂഫാൻ, ഭയങ്കരമായിട്ടുള്ള കൊടുങ്കാറ്റുണ്ടായി എന്ന് പറയുകയാണല്ലേ. മേരാ ഗോംസല ബിഗർ ഗയാ ഹേ, എൻ്റെ കൂടെന്ത് ചെയ്തു? ആകെ തകർന്നു പോയി എന്ന് പറയുകയാണല്ലേ. കാഹി മേരെ ബച്ച് ഗിർ ന ജായേ,
ഞാൻ വിചാരിച്ച എന്താണ്, എൻ്റെ കുട്ടികൾ വീഴുമെന്ന് ഞാൻ കരുതിയെന്ന് പറയുന്നത്. മേം ഗാന നഹീ ഗാ രഹി തി, ഞാൻ പാട്ടു പാടുകയായിരുന്നില്ല. അപ്പനെ സാത്തിക്കോ ബുലാ രഹി തി, ഞാൻ എൻ്റെ കൂട്ടുകാരെ വിളിക്കുകയായിരുന്നെന്ന് പറയുകയാണല്ലേ. വോ ആ ജായേ തോ ഹം മിൽക്കർ ജൽദി ജൽദി കോംസില ടീ കർലേ, അവരെല്ലാവരും കൂടി വരുമ്പോൾ എന്ത് ചെയ്യണം, എത്രയും വേഗം എന്ത് ചെയ്യണം, കൂട് ശരിയാക്കണം അല്ലേ. ഇതൊക്കെയാണ് ചിടിയ ആരോട് പറയുന്നത്, രൂരുവിനോട് പറയുകയാണല്ലേ. രൂരു ചിടിയാക്കി സത് ചൽപട, അപ്പൊ രൂര് എന്താണ് ആ ചിടിയുടെ കൂടെ പോവുകയാണല്ലേ. ബച്ചെ ജമീൻ പർ ബേഹാൽ പടേ ഹുയേദേ, എന്താണ് അവിടെ എന്ത് സംഭവിച്ചിരിക്കുന്നു, ബച്ചെ ജമീൻ പർ ബേഹാൽ പടേ ഹുയേത്, കുട്ടികൾ എന്ത് ചെയ്യണം, നിലത്തിങ്ങനെ അവശരായിട്ട് കിടക്കുകയാണല്ലേ, അവശരായിട്ട് കിടക്കുകയായിരുന്നു. ബേഹാൽ പടേ ഹുയേത്. ചിടിയ സോർ ജെരോയി, അപ്പൊ ചിടി എന്ത് ചെയ്തു, ഉറക്കെ കരഞ്ഞു. ഉസ്കി ആവാസുൻ ഉസ്കാ സാത്തി ഉടുത്താ ഹുവ, അവളുടെ ശബ്ദം കേട്ടൊക്കെ അവളുടെ സ്നേഹിതരൊക്കെ ഇങ്ങനെ ഉടുത്താ ഹുവ പറന്നു വന്നു. ഉൻ ദോനോം കെ ഉദാസ് ദേഖ് രൂരു കോ എക് ഗ്യാൽ ആയ, അപ്പൊ അവരെന്ത് ചെയ്യാണ്, അവർ രണ്ടുപേരും വിഷമിച്ചിരിക്കുന്നത് കണ്ട് രൂരുവിന് എന്ത് ചെയ്യാണ്, ഒരു ഉപായം തോന്നുകയാണ് അല്ലെ, ഒരു ഉപായം തോന്നി. മുझे एक जगह मालूम है, എനിക്കൊരു സ്ഥലം അറിയാം. जब तक बच्चे उड़ने लायक नहीं हो जाते वे आराम से वही रह सकते हैं, എന്നിട്ട് എന്ത് പറയാണ്, കുട്ടികൾക്ക് പറക്കാൻ പ്രായമാകുന്നതുവരെ അവർക്ക് എന്ത് ചെയ്യാം, സമാധാനമായിട്ട് അവിടെ താമസിക്കാം എന്ന് പറയാണ് അല്ലേ. ഫിർ ക്യാ താ, പിന്നീട് എന്തുണ്ടായി, രൂരുക്ക് മദദ് സെ അമ്മീനെ ധീരെ ധീരെ സാരെ ബച്ചോं को अपने नरम ബുലായം ജേബ്സ് മേ രഗ്ലിയ, അപ്പൊ എന്താ സംഭവിച്ചത്, രൂരുവിന്റെ മദത് എന്ന് പറഞ്ഞാൽ സഹായം അല്ലേ. രൂരുക്ക് മദത് സെ മദത് സഹായം, ഉമ്മീനെ ധീരെ ധീരെ സാരെ ബച്ചോക്ക് അപ്നി നരം ബുലായം ജേബ് മേ രഗ്ലിയ, അങ്ങനെ എന്ത് ചെയ്യാണ്, അമ്മ കങ്കാരു എന്ത് ചെയ്യാണ്, പതിയെ എല്ലാ കുട്ടികളെയും തൻ്റെ തൻ്റെ ജേബിൽ എന്ത് ചെയ്യാണ്, മൃദുവായിട്ട് പോക്കല്ലേ വെച്ചു അല്ലേ. യഹാം ഉനെ കോയി ഗത്തര നഹീദ, അവിടെ എന്ത് ചെയ്യില്ലോ, അവിടെ ഒരു ആപത്തും വരില്ല അല്ലേ. ചിടിയാ ഖുഷീസെ ഗാനയിലേക്ക്, അപ്പൊ ചിടികൾ എന്ത് ചെയ്യാൻ തുടങ്ങി, സന്തോഷത്തോടെ പാട്ടുപാടാൻ തുടങ്ങി. ഉനോനെ രൂരു കോബി ഗാന സിക്കാദിയ, അവരെന്ത് ചെയ്തു, രൂരുവിനെയും പാട്ട് പഠിപ്പിച്ചു. ഉസ് രാത് രൂരു ആഹിസ്സമെ സംബൽക്കർ അമ്മിക്കോ ജേമ്മേ ഗുസ, എന്നിട്ട് എന്ത് ചെയ്യാണ്, രാത്രി രൂരു പതുക്കെ ശ്രദ്ധിച്ചിട്ട് എന്ത് ചെയ്യണം, അമ്മയുടെ പോക്കറ്റ് കയറി അല്ലേ. വഹ് ചിടിയോങ്കി ബഗൽ മേ ദുബക്കയ അബുവോ അക്കേല നെഹീന്ത, അപ്പൊ അവൻ പക്ഷികളുടെ അരികിൽ ഇങ്ങനെ എന്ത് ചെയ്യണം, ബഗൽ മേ ദുബക്കയ പതുങ്ങിങ്ങനെ കിടന്നു അല്ലേ. അബുവോ അക്കേല നെഹീത, ഇപ്പോൾ അവൻ എന്താണ്, തനിച്ചായിരുന്നില്ല അല്ലേ. അബുവോ അക്കേല നെഹീത, ഇപ്പൊ അവൻ തനിച്ചായിരുന്നില്ല, ഇപ്പൊ അവന്റെ കൂടെ ആരും കൂടി ഉണ്ട്, കിളി കുഞ്ഞുങ്ങളും കൂടി ഉണ്ട് അല്ലേ. അപ്പൊ അവന് തനിച്ചാണോ, അല്ല. ഓക്കെ, പിന്നെ ഇവിടെ നമുക്ക് ഈ സ്റ്റോറിയുമായിട്ട് ബേസ് ചെയ്ത് കുറെ ക്വസ്റ്റ്യൻസ് നോക്കാനുണ്ടല്ലേ, അത് ഓരോന്നായി നോക്കാം. നമുക്ക് ഒന്നാമത്തെ ചോദ്യം നോക്കാം. ജേബ് സെ സിർ ബാഹർ നിക്കാൽനെ പർ രൂരുവിനെ ക്യാ ദേക്കേ ഹോങ്കെ, ജേബിൽ നിന്നല്ലേ, ആ സഞ്ചിയിൽ നിന്ന്, ആ പോക്കറ്റിൽ നിന്ന് തല പുറത്തേക്ക് ഇട്ടപ്പോൾ രൂരു എന്തെല്ലാം കാര്യങ്ങളാണ് കണ്ടത്, എന്തൊക്കെയായിരിക്കും കണ്ടിട്ടുണ്ടാവുക എന്നാ ചോദിച്ചത്. എന്തൊക്കെയാണ് കണ്ടത്, രൂരു ഏക്ക് ബഡി ദുനിയാക്കോ ദേക്ക്, ഒരു വലിയ ലോകം കണ്ടു അല്ലേ. ഏക്ക് സുന്ദർ ദുനിയ, വളരെ സുന്ദരമായ ലോകം. ഉസ്മേ കൈ സാരേ രംഗ്, പല നിറത്തിലുള്ള നിറങ്ങള്. ദെൻ ആവാസേം ഒരു ഖുഷ്ബു ഹോത്തെ, അതിലെന്തൊക്കെ ഉണ്ടായിരുന്നു, പല നിറത്തിലുള്ള നിറങ്ങള്, ശബ്ദങ്ങൾ, അതുപോലെ തന്നെ സുഗന്ധവും ഉണ്ടായിരുന്നു അല്ലേ. സ്റ്റോറി പറയുന്നുണ്ടല്ലോ അവൻ എന്തൊക്കെയാണ് കണ്ടതെന്ന്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, എടുത്ത് എഴുതുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ചോദ്യം, സാത്തി കോ ബുലാന ഓർ മിൽക്കർ ഗോംസില ബനാന, യഹാം ചിടിയ കാ കോൺ സാ മനോഭാവ് പ്രകട് ഹോത്താ ഹെ, എന്താണ്, സാത്തി കോ ബുലാന ഓർ മിൽക്കർ ഗോംസല ബനാന, കൂട്ടുകാരെ വിളിക്കുക, എന്നിട്ട് ഓർ മിൽക്കർ ഗോംസലെ ബനാന, എന്നിട്ട് ഒരുമിച്ച് എല്ലാവരും ചേർന്ന് കൂടുണ്ടാക്കുക. യഹാം ചിടിയ കാ കോൺ സാ മനോഭാവ് പ്രകട് ഹോത്താ ഹെ, ഇവിടെ പക്ഷിയുടെ ഏത് മനോഭാവമാണ് പ്രകടമാകുന്നത്, ഏത് മനോഭാവമാണ്, ഏക് സാത്ത് മിൽക്കർ ലഡ്നേക്ക് മനോഭാവ് യഹാം പ്രകട് ഹോത്താ ഹെ, ഒന്നിച്ച് നിന്ന് പൊരുതാനുള്ള മനോഭാവമാണ് അല്ലെ. അപ്പൊ ആൻസർ എന്താണ്, ഏക് സാത്ത് മിൽക്കർ ലഡ്നേക്ക് മനോഭാവ് യഹാം പ്രകട് ഹോത്താ ഹെ.
नेक्स्ट क्वेश्चन यहाँ രൂരു के ചരിത്ര की कौन सी വിശേഷത പ്രകട होती है ഇവിടെ രൂരുവിൻ്റെ ഏത് സ്വഭാവ സവിശേഷതയാണ് പ്രകടമാകുന്നതെന്നാണല്ലേ ചോദിച്ചിട്ടുള്ള ഏത് സവിശേഷതയാണ് दूसरों की मदद करने की उनकी विशेषता यहाँ प्रकट होता है दूसरों की मदद करने की उनकी विशेषത यहाँ प्रकट होता है മറ്റുള്ളവരെ സഹായിക്കുന്നതിനുള്ള അവൻ്റെ സ്വഭാവ സവിശേഷതയാണല്ലേ ഇവിടെ പ്രകടമാകുന്നത് ആൻസർ എന്താണ് दूसरों की मदद करने की उनकी विशेषता यहाँ प्रकट होता है ഇപ്പം നമ്മളെല്ലാ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട ആക്ടിവിറ്റീസ് നമുക്ക് എന്ത് ചെയ്യാം, മറ്റൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ.